ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ഈ ടിയക്കുട്ടി എന്ന് പറയുന്നത്. ഇവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ടിയ ആൻഡ് അദ്വിക് ചാത്തൻകുളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അവരുടെ അമ്മയാണ് മാനേജ് ചെയ്യാറുള്ളത്. അവരെ കുറിച്ചുള്ള കണ്ടന്റ് ആണ് ഇടാറുള്ളത്. അപ്പോൾ അവരതിൽ എന്താ പറയുക, കോസ്മെറ്റിക് പ്രോഡക്റ്റുകളെ കുറിച്ചോ അങ്ങനെ ഒന്നും അവരതിൽ കണ്ടന്റ് എടുക്കില്ല എന്നൊക്കെ വളരെ വ്യക്തമായി പറയുന്ന ആൾക്കാരാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവരുടെ വിഷൻ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അവര്. പക്ഷെ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് ടു സ്കൂൾ വീഡിയോസ് ഒക്കെ എല്ലാവരും പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ഷോപ്പ് ചെയ്ത വീഡിയോസും അതുപോലെ അതിന്റെ അൺബോക്സിങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രോബ്ലം എന്താണെന്ന് വെച്ചാല് ഇവരിതില് ഒരുപാട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഒത്തിരി രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് നമ്മൾ വീട്ടിന് കോമൺ ആയിട്ടുള്ള എന്താ അരി, പച്ചക്കറി, പലചരക്ക് ഇതൊന്നും അല്ല കേട്ടോ. കുട്ടികൾക്ക് കഴിക്കാനും കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും കുട്ടികളുടെ എന്താ പറയാ ബാഗുകള്, കുടകള്, അങ്ങനെ സ്നാക്സുകൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു 6000 റുപ്പീസിനോളം അവർ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോസ് കാണുന്നത് നോർമലി അവരുടെ വീഡിയോസിലെല്ലാം പറയാറുണ്ട് വളരെ ചെറിയ കുട്ടികളാണ് ഇത് കാണുന്നതെന്ന്. അപ്പൊ ഇത് പെയ്ഡ് പ്രൊമോഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവര് പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന വീഡിയോ ആയിക്കോട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, പക്ഷെ അവിടെ നമ്മുടെ കുട്ടികൾ ഇത് കാണുമ്പോൾ നമ്മളുടെ കുട്ടികൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അതിലെ പല സാധനങ്ങളും വേണമെന്ന് പറയും, അവർ ആഗ്രഹിക്കും. ഒത്തിരി വാശി പിടിക്കാത്ത കുട്ടിയുടെ മനസ്സിൽ പോലും ഈ ഒരു സാധനം കിട്ടിയാൽ കൊള്ളാം എന്ന് പറയാറുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവിടുത്തെ പല സാധനങ്ങളും കണ്ടിട്ടാണ് നമ്മുടെ വന്നിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാറുള്ളത്. അപ്പോൾ അവർക്ക് അത് മാത്രല്ല, ഇപ്പോ മൊബൈലിൽ ഇങ്ങനെ കുറെ വീഡിയോസ് കാണുമ്പോൾ അവർക്ക് ഒരുപാട് ഫാന്റസി വേൾഡിൽ കൂടെ ആയിരിക്കും അവർ ജീവിക്കുക. കാരണം അതെല്ലാം കിട്ടിയാൽ കൊള്ളാം എന്നൊരു തോട്ടായിരിക്കും അവർക്ക് വരിക. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അവരോടത്ത് ആ വീഡിയോ ചെയ്യണ്ട എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ അങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടാണ് അവർക്ക് 4 മില്യൺ ഫോളോവേഴ്സ് ഉള്ളതും. അതുപോലെ തന്നെ അവരുടെ കണ്ടന്റുകളെല്ലാം ഇങ്ങനെ ഫാന്റസി ടൈപ്പിലുള്ള കണ്ടന്റുകളാണ്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ പോരാത്ത ടിയ എന്ന് പറയുന്ന പേരിൽ തന്നെ വേറൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിന് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവര് പൈസ ഏൺ ചെയ്യുന്നത് ഇങ്ങനെ എന്താ പറയാ കണ്ടന്റുകൾ കൊടുത്തിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാല്, ഒന്ന് നമുക്ക് ഈ ഓരോ വീഡിയോസ് നിങ്ങളുടെ കുട്ടി എന്ത് കാണണം, അതായത് വളരെ ചെറിയൊരു കുട്ടിയായിരിക്കും അല്ലെ, അല്ലെങ്കിൽ നോക്കിക്കോളൂ നിങ്ങൾ തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഒരു ചാനൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്, കുറെ കാലം കഴിഞ്ഞിട്ട് നമ്മൾ അതേ ചാനൽ കഴിയുമ്പോൾ ആ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ എപ്പോഴും ഹോം പേജിൽ പോയിട്ടല്ല കാണാറുള്ളത്. നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ കണ്ടന്റ് പുഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ കാണാറുള്ളത്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ വീഡിയോസ് നിങ്ങൾക്ക് അവരുടെ എല്ലാ വീഡിയോസ് ഒന്നും ഞാൻ പറയുന്നില്ല, ഒന്ന് നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് മാത്രം ബ്ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളുടെ കുട്ടി അത് കാണില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലായ്പ്പോഴും ഫോൺ കൊണ്ട് നടക്കുന്ന ഒരു കുട്ടി ആയിരിക്കില്ല മിക്ക കുട്ടികളും. കുറെ പേരൊക്കെയും എന്താ പറയാ നമ്മൾ കൊടുക്കുന്ന ആ സമയത്തൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഉള്ള അമ്മമാര് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കണ്ടന്റ് ബ്ലോക്ക് ചെയ്തിടാൻ പറ്റും. നമ്മളുടെ കുട്ടിയെ നേർവഴിക്ക് നയിക്കുക എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നമ്മളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലെ 100 കണക്കിന് വീഡിയോസ് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. അതിന്റെ എല്ലാം പുറകെ നമ്മുടെ കുട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ക്യാമ്പയിൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് എത്രമാത്രം പോസിബിൾ ആണ് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ നമ്മളെ, അതായത് നമ്മുടെ കയ്യിൽ എന്താണുള്ളത്, നമ്മളുടെ കുട്ടിയാണുള്ളത്, നമ്മളുടെ ഫോണാണുള്ളത്, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് മാക്സിമം നോക്കുക. അത് അൺസബ്സ്ക്രൈബ് ചെയ്യുക, അൺഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ആ കണ്ടന്റ് ബ്ലോക്ക് ചെയ്യുക. ഇതൊക്കെയാണ് വളരെ നല്ലൊരു സൊല്യൂഷനായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് ഒരു ശരിയായിട്ടുള്ള മറുപടി ആണോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ടിക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അൾട്ടിമേറ്റ്ലി അത് അവരുടെ വീഡിയോസ് അവർ അതിൽ നിന്നും ഏൺ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് അവരുടെ മാത്രം ഇഷ്ടമാണ് എന്ത് ഇടണമെന്ന്. ഇത് യൂട്യൂബ് എന്താ പറയുക ബാൻ ചെയ്യാത്തിടത്തോളം അത് അവരുടെ പ്രൈവസിയാണ്. അവർക്ക് അതിലെന്ത് പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് അവരുടെ ഫാമിലി മാത്രം ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വേറൊരു വശം, നമ്മളുടെ കയ്യിൽ നമ്മുടെ കുട്ടിയാണുള്ളത്, ആ കുട്ടിയെ എങ്ങനെ നയിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടതല്ലേ. അപ്പോൾ അവരെന്തിടുന്നു എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ കുട്ടി വളരാൻ പാടില്ലല്ലോ.
അപ്പോൾ നിങ്ങൾ തീരുമാനിക്കൂ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ നെക്സ്റ്റ് വശം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. അത് അൺസബ്സ്ക്രൈബ് ചെയ്തത് കൊണ്ട് ഒരു പ്രോബ്ലം ഒരു ദിവസത്തേക്ക് നിങ്ങളുടെ കുട്ടി കാണിച്ചാൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അതിനേക്കാളും എത്രയോ ഫാർ ബെറ്റർ ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ആ വീഡിയോസ് കാണുമ്പോൾ ആ കുട്ടിയിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് ബെറ്റർ എന്ന് ചിന്തിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഞാനിതിൽ ആരെയും ബ്ലെയിം ചെയ്യാനോ ആരെയും സപ്പോർട്ട് ചെയ്യാനോ വന്നതല്ല. അൾട്ടിമേറ്റ്ലി നമ്മുടെ മക്കളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ വേറൊരാൾ കൈകടത്തുന്നു അല്ലെങ്കിൽ വേറൊരാൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതല്ലല്ലോ ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരുടെയും അഭിപ്രായം ഇങ്ങനെ ആവണമെന്നില്ല. എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.